എല്ലാരും ഇങ്ങോട്ട് വിളിച്ചതിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഈ വർഷം, അതായത് നമ്മൾ തുടങ്ങിയിട്ട് 2 മാസമായിട്ടുള്ളൂ. 2 മാസം. അപ്പോഴേക്കും നാട്ടുകാർ പറയുന്നത് എങ്ങനെയെങ്കിലും ഈ വർഷം ഒന്ന് അവസാനിച്ചാൽ മതിയെന്ന്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? എനിക്കിപ്പോ അറിയണം. പറയൂ. എല്ലാരും കൂടെ എന്തിനാ എന്നെ നോക്കുന്നേ? സാർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. കഴിഞ്ഞ ഓഗസ്റ്റില് ആണ് ഈ ബോബി ചെമ്മണ്ണൂരിന്റെ ഹണി റോസിന്റെ ഇഷ്യൂ വരുന്നത്. പക്ഷെ അത് ഈ വർഷത്തിന്റെ തുടക്കത്തിലാണ് അവര് പരാതി നൽകിയത്. അതായത് ഞാൻ ചാർജ് എടുത്ത് ആ ഒരു സമയത്ത് തന്നെ. പിന്നെ സെയ്ഫ് അലിക്കാൻ അത് സാറിന് കാര്യമായിട്ട് അങ്ങനെ ബാധിച്ചിട്ടില്ല. തുടക്കത്തിൽ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നുള്ളൂ. അതെ. പൊതുവെ ഇങ്ങനെയൊക്കെ ഒരു വർഷത്തിന്റെ തുടക്കത്തിൽ ഉണ്ടായാലാണ് ആ വർഷത്തെ ആൾക്കാർ ഓർത്തിരിക്കത്തുള്ളൂ. ആ ബെസ്റ്റ്. അപ്പൊ സമാധിയും കഷായം ഗ്രീഷ്മയുടെ വിധിയെല്ലാം നിങ്ങളെല്ലാം ആഘോഷിച്ചു. ഗ്രീഷ്മയുടെ വിഷയം നാട്ടുകാർ മൊത്തം ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ലൈക്സും ഷെയറും തംസപ്പ് നമുക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പത്തെ ട്രെൻഡിങ് റീല് അത് നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേതാ? മറ്റേ കയറ് വലിച്ചിട്ട് ഇങ്ങനെ ഉമ്മ കിട്ടുന്ന ചിലർക്ക് ഉമ്മയ്ക്ക് വരാൻ കരണത്തടിയാണ് കിട്ടിയത്. പക്ഷെ അത് നന്നായിട്ട് ഓടുന്നുണ്ട്. അതാണ് എനിക്ക് മനസ്സിലാത്തത്. ആൾക്കാർ എന്തുകൊണ്ടാണ് ഈ ഒരു കൊല്ലം മാത്രം ഇത്രയും വയലന്റ് ആവുന്നത്? ചൂട് കാലാവസ്ഥ അറിഞ്ഞായിരിക്കും. ചൂട് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഗ്രീഷ്മയുടെ വിധി വരെ കൃത്യം കേസുകളുടെ ഒരു ഓർഡർ എനിക്കറിയായിരുന്നു. അതിനുശേഷം എന്തുപാടെ മലവെള്ളപ്പാച്ചിലായിരുന്നു. ആരുടെ ചെന്താമര? നെന്മാർ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയാണ് ചെന്താമര. പോലീസ് പിടിച്ചു പുള്ളിയെ. ഇനിയിപ്പോ പേടിക്കാനൊന്നുമില്ല. പോലീസ് തെളിവെടുപ്പ് നടത്തുന്നുണ്ട്. സേഫ്. ചെന്താമര കാവ്യാത്മകമായ ഒരു പേര്. വീട്ടിൽ കയറി 3 പേരെ കൊലപ്പെടുത്തിയ ഒരു കുറ്റവാളിക്ക് ഇടാൻ പറ്റിയ പേരാ ചെന്താമര. അതെല്ലാം പോട്ടെ. നമ്മുടെ ഈ വർഷത്തെ നാട്ടുകാർ വെറുക്കുന്നത് വെറുതെ അല്ല. നമ്മുടെ ഈ കൊച്ചു രാജ്യത്ത് എന്തൊക്കെയാടാ നടക്കുന്നത്? അങ്ങ് ബാലരാമപുരത്ത് 2.5 വയസ്സുകാരി. അത് മാത്രമാണോ? അവിടെ മറ്റേ ഭർത്തു വീട്ടുകാരുടെ പീഡനം കാരണം ഒരു പെൺകുട്ടി ജീവൻ ഒടുക്കിയിട്ടേ. പേരെന്തായിരുന്നു? വിഷ്ണുജ, ഐ തിങ്ക് സോ. സൗന്ദര്യം ഇല്ലെന്നും ജോലിയില്ലെന്നും സ്ത്രീധനം കുറവായിരുന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. കഷ്ടമല്ലേ? സോ ഗൈസ്, ഇതിന് നമുക്ക് എങ്ങനെ കരകയറാൻ പറ്റും? അതാണ് ഞാൻ ചോദിക്കുന്നത്. സാറ് പറഞ്ഞു വന്നപ്പോൾ മിസ്സായി പോയതാണെന്ന് തോന്നുന്നു. USA നിന്ന് തിരിച്ചയച്ച അനധികൃത കുടിയേറ്റക്കാരായ ഇന്ത്യക്കാരൻ വഹിച്ചുകൊണ്ടുള്ള വിമാനം കഴിഞ്ഞ ദിവസം ലാൻഡ് ചെയ്തിരുന്നു. കയ്യും കാലും കെട്ടിപ്പൂട്ടിയിട്ടാ ട്രംപ് നമ്മുടെ ആൾക്കാരെ നാട്ടിലോട്ട് തിരിച്ചയച്ചത്. ഓ, എന്നാലും ഈ അമേരിക്കയുടെ യുദ്ധവിമാനം നമ്മുടെ നാട്ടിൽ വന്നെന്നും പറഞ്ഞ് അഭിമാനിക്കാനും ചിലര്. അതൊക്കെ വിട്. ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം പറ. എങ്ങനെ കരകയറാൻ പറ്റും? കുറച്ച് നല്ല സിനിമകൾ വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, ഈ മാസത്തിന്റെ പ്രത്യേകതയാണ് വാലന്റൈൻസ് ഡേ. പിന്നെ 10th 12th എക്സാം, പുതിയ അധ്യയന വർഷം, പിന്നെ ഈ മാസത്തിന്റെ പ്രത്യേകത ഹോളി, പിന്നെ ഓണം, ക്രിസ്മസ്. അങ്ങനെ ഈ മാസത്തിന്റെ ഗ്രാഫ് കൂടും. ഒട്ടും പേടി വേണ്ട. ഇതിന്റെയൊക്കെ ഇടയിൽ കൂടെ വേറെ പ്രശ്നങ്ങളൊന്നും വരാതിരുന്നാൽ മതിയായിരുന്നു. അത് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം തകിടം മറിയും. ആ നാക്കൊന്നും മടക്കാതൊന്നും എവിടെയെങ്കിലും മാറിയിരിക്കൂ. ഓ, നമ്മളില്ലേ. ഒരു വീഡിയോ വന്നിട്ടേ. ഓം വിഘ്നേശ്വരായ നമ. പാരഫലത്തിലേക്ക് സ്വാഗതം. 2025 എന്ന വർഷം ശുഭകാര്യങ്ങൾക്ക് അത്യുത്തമമാണ്. തുടക്കം മുതലേ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങളെ കാത്തിരിക്കുന്നു. അതൊരു വീഡിയോയാ. ഈ പുള്ളി പണ്ട് 2018 ഇതേപോലെയാ പറഞ്ഞത്. ഗുണദോഷ സമ്മിശ്രത്തിൽ ഗുണാധിക്യമായ കാലമാണ് 2025. പൊതുജനങ്ങൾക്കിടയിൽ മാന്യതയും യശസ്സും വന്നു ചേരുന്ന കാലം. അത്തം, ചിത്തിര, ചോതി, വിശാഖം തുടങ്ങിയ നക്ഷത്രക്കാർക്ക് ശുക്രനിൽ 7ാം ഭാവമാണ്. വെച്ചടി കയറ്റമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം. ഉത്രത്തിൽ മുക്കാലും അത്തവും ചിത്തിരയും ചേർന്ന കന്നിക്കൂറാണ് നിങ്ങളുടേത്. രാഹുർദശയിൽ കേതുവിൻ്റെ ശല്യം. കൂടെ ശനിയുമുണ്ട്. ശനിയുടെ അപഹാര സമയത്ത് അരിയുടെ പലഹാരം തിന്നാൽ മതി. കഷ്ടകാലത്ത് വീഗാലാൻഡിൽ പോകാതെ ആരാധനാലയങ്ങളിൽ പോയാൽ അവനവനു കൊള്ളാം. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, സാത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. യവനാള് കൊള്ളാം. എന്താ പേര്?